ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റിംഗ് ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇവിടെ ഒരു മോഡൽ കാണുന്നുണ്ട്. ഇതേ രൂപത്തിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. സ്കൂൾ ബീഡ്സ് വർക്ക് മത്സരത്തിൽ നമുക്ക് സബ്ജക്റ്റ് ഒരു ബ്രേസ്ലെറ്റും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റണം. അതുപോലത്തെ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് സാധാ നോർമൽ ബ്രേസ്ലെറ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു റിങ്ങും കൂടി വന്നാൽ എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പേൾ ബീഡ് കൊണ്ട് ചെയ്തതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 3 തരം ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു പച്ച കളറ്, അതുപോലെ ഒരു പിങ്ക്, ഒനിയൻ പിങ്ക് കളറ്, ഒരു ഗോൾഡൻ കളറ്, ചെറിയ ബീഡ് എന്നിങ്ങനെ 3 കളറ് നമ്മൾ ഉപയോഗിച്ച സൂചി ഇതാണ്. ഇതിൽ കുറേ സൂചികൾ വരുന്നുണ്ട്. ചെറിയ സൂചികളാണ് എല്ലാതും. അതുപോലെ തന്നെ നൂലും നമ്മൾ എടുത്തിട്ടുണ്ട്. 2 സൈഡിലും സൂചി കോർത്തിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോക്കും 2 സൈഡിലും 2 ഗോൾഡൻ ബീഡ്സ് വീതം. ഇതൊരു ആൻറ്റിക് ലുക്കുള്ള ഹുക്കാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡൻ ബീഡും ഒരു ആൻറ്റിക് ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് ഒരു പിങ്ക് ബീഡ് ഇട്ടിട്ട് അതിനെങ്ങനെ ക്രോസ് ചെയ്തെടുക്കുകയാണ്. ക്രോസിങ് ഓപ്പോസിറ്റിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 ബീഡും പിന്നൊരു പിങ്ക് ബീഡും, അതായത് 2 പച്ച ബീഡ്, 2 പിങ്ക് ബീഡ്, ഒന്നിലൊരു ഗോൾഡൻ ബീഡ്. എന്നിട്ട് ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ വലത് വശത്ത് ഗോൾഡൻ ബീഡ് ഇടുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് അതിനെ കോർക്കാൻ സുഖമാണ്. ഇങ്ങനെ സൂചിയിൽ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ മുത്തിട്ട് പോവുക. 2 പച്ച ബീഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പിങ്ക് ബീഡ്. അതിലും ചെറിയൊരു പിങ്ക് ബീഡാണ്. പച്ചയേക്കാളും ചെറിയൊരു പിങ്ക് ബീഡ്, അതിലും ചെറിയ ഒരു ഗോൾഡൻ ബീഡ്. ഈ ഒരു രീതിക്ക് തന്നെ ഇങ്ങനെ തുടർന്ന് പോകാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രേസ്ലെറ്റിൻ്റെ അളവിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാഗം നമുക്കൊന്ന് ഇങ്ങനെ ചെയ്യുക. 2 ഗോൾഡൻ ബീഡ് ഇടുക, പിന്നെ അതിൻ്റെ കൊളുത്തിൻ്റെ ഒരു ഭാഗം ഇടുക, പിന്നെയും 2 ഗോൾഡൻ ബീഡ്. എന്നിട്ട് ഇതിനെങ്ങനെ ഒന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. ബാലൻസ് ഭാഗം നമുക്ക് കട്ടും ചെയ്തിടുക. 2 3 തവണ ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റായി കെട്ടിക്കൊടുക്കുക. നമുക്ക് സെൻറ്റർ കണ്ടെത്തണം. സെൻറ്റർ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ റിങ് ഉണ്ടാക്കണം. ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. വേറൊരു സെപ്പറേറ്റ് നൂലെടുക്കണം. എന്നിട്ട് ഒരു റിങ്ങിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് 3 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു വശത്ത് 1 ബീഡും മറ്റേ വശത്ത് 2 ബീഡും. രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് കിട്ടും. ഇനി മുതൽ നമ്മൾ ചെയ്യുന്നത് ബ്രേസ്ലെറ്റിന് ചെയ്ത അതേ ഒരു തുന്നൽ രീതി തന്നെയാണ്. ആ ഒരു കോർക്കൽ രീതി തന്നെയാണ്. 2 ബീഡ്, 2 പച്ച ബീഡ്, പിന്നെ ഒരു പിങ്ക് ബീഡ്, പിന്നൊരു ഗോൾഡൻ ബീഡ്. ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്യുക. ഇത് ഗിയർ ലോക്ക് ഇടാതെ ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റിൻ്റെ രൂപം കൂടിയാണ്. നമ്മൾ മുമ്പ് ഗിയർ ലോക്ക് ഇട്ടിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് കാണിച്ചിരുന്നു. ഇത് ഗിയർ ലോക്ക് ഇടാതെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമുക്ക് മോതിരത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. 2 സൈഡിലും 2 വീതം ഗോൾഡൻ ബീഡ് ഇട്ട് പിന്നെ ക്രോസ് ചെയ്യാൻ ഒരു ഗോൾഡൻ ബീഡ്. അങ്ങനെ മൊത്തം 5 ഗോൾഡൻ ബീഡ് വേണം. 2 നൂലിലും കൂടി ഇട്ട് ഒരു വശത്ത് 3 ഗോൾഡൻ ബീഡ്, ഒരു വശത്ത് 2 ഗോൾഡൻ ബീഡ്. മൂന്നാമത്തെ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്യാം. സിമ്പിളാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു മോതിരത്തിൻ്റെ അളവ് വരെ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഏകദേശം ചെയ്തിട്ടുണ്ട്. ഒരു
7 ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇത് മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യാം. ഒരു ലാസ്റ്റത്തെ ഫസ്റ്റ് നമ്മൾ തുന്നിയ ബീഡിൻ്റെ ഉള്ളിലൂടെ ജോയിൻ ചെയ്യുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തുന്നി കൊടുത്താൽ മതി. നമുക്ക് അവിടെ ഫിറ്റായി കിടക്കുന്ന എങ്ങനെ അതുവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് തുന്നി കൊടുക്കൽ മാത്രമേ ഉള്ളൂ പണി. അവിടെ പിന്നെ ഒന്ന് അതിൻ്റെ ബീഡിൻ്റെ ഇടയിലൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. സൂചിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. 2 സൈഡിലെ നൂലും ഇതുപോലെ 2 സൈഡിലേക്ക് മാറ്റിയിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അതവിടെ ഇരുന്നോളും. നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വർക്ക് തുടങ്ങിയത് ഇവിടുന്ന് കൊണ്ട് ഈ ഒരു ഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ബീഡ് അവിടെ വെച്ച് കൊടുക്കാം. ആ ഒരു ഗ്യാപ്പ് മറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കുക. അതിനവിടെ ഫിറ്റ് ചെയ്ത് നിർത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നീട് തിരിച്ച് മറ്റേ വശത്തേക്കും നമുക്കിതിനെ ഫിറ്റ് ചെയ്ത് അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി ഒന്ന് കോർക്കണം. അപ്പോൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം അതവിടെ ഇളകാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നായിട്ട് തുന്നി കൊടുക്കുക. മാക്സിമം നൂല് പുറമേക്ക് കാണാത്ത രീതിയിൽ തുന്നി കൊടുക്കുക. നൂലിനെ ബീഡിൻ്റെ ഉള്ളിലൂടെ തന്നെ തുന്നുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. 2 നൂലും ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കോർത്തിട്ട് ബാലൻസ് ഭാഗം കട്ട് ചെയ്യുക. എപ്പോഴും ബാലൻസ് ഭാഗം കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കോർത്തെടുക്കണം. അതൊക്കെ ബാലൻസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റിംഗ് ബ്രേസ്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഐറ്റമൊക്കെ ഒന്ന് നിങ്ങൾ മത്സരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്ക് എന്തായാലും സബ്ജക്റ്റ് തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക്